ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിന് നല്ല ഒരു ചാനൽ ബാനർ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് ആദ്യം നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതാണ് ചാനൽ ഐക്കൺ, അതുപോലെ ചാനൽ ബാനർ എന്നിവയെല്ലാം. അതിനാൽ തന്നെ എത്രത്തോളം നന്നായി ചാനൽ ബാനർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം നന്നായി ചാനൽ ബാനർ സെറ്റ് ചെയ്യുക. ചാനൽ ബാനർ സെറ്റ് ചെയ്യുന്നതിന് ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു വാൾപേപ്പർ ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയ വാൾപേപ്പർ എല്ലാം സെലക്ട് ചെയ്യുക വഴി നമുക്ക് അതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് എല്ലാം നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതിനാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയ ഒരു ഇമേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇമേജ്, ഇവയെല്ലാം സെലക്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മുടെ ചാനലിന് ഒരു ബാനർ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ Pixellab എന്ന ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് തംബ്നെയിലെല്ലാം പ്രൊഫഷണൽ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല ആപ്ലിക്കേഷനാണ് Pixellab എന്നത്. ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഇതിനായി ആദ്യം നമുക്ക് Pixellab എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഇമേജ് സൈസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഡ്രോപ്പ് ഡൗൺ ചെയ്ത് യൂട്യൂബ് ചാനൽ ബാനർ എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഡിഫോൾട്ടായി വന്നിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇതിനായി ഇവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വച്ചിരിക്കുന്ന വാൾപേപ്പർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനായി ഇവിടെ ഒരു പ്ലസ് ബട്ടൺ അവൈലബിൾ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രം ഗാലറി എന്ന് ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഗാലറി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തു വച്ച വാൾപേപ്പർ ആഡ് ചെയ്യാം. വാൾപേപ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്റ്റ് സൈസ് ആക്കുന്നതിന് വേണ്ടി ഇവിടെ ഡ്രാഗ് ചെയ്യാം. ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇത് കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബാനറിൽ എന്തെങ്കിലും പിക്ചർ, അതായത് നിങ്ങളുടെ പിക്ചർ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനും ഇതുപോലെ ആഡ് എന്നതിൽ പ്രസ് ചെയ്തതിനു ശേഷം ഗാലറിയിൽ നിന്നും നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു ഫോട്ടോയെ ഒരു സർക്കിളിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇത് ഡ്രാഗ് ചെയ്ത് ഈ സർക്കിളിൽ എത്രത്തോളമാണ് നമ്മുടെ ഫോട്ടോ വരേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്തു. ഇത് ചെറുതാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഡ്രാഗ് ചെയ്യാം. ഇതുപോലെ സ്മോൾ സൈസ് ആക്കി നമുക്ക് വേണ്ട സ്ഥാനത്ത് ഈ ഒരു പിക്ചർ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ ഈ വാൾപേപ്പറിന്റെ സെന്ററിലായാണ് വച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ എ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ പ്ലസ് എന്നതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണ്ട് എന്നതിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം ബോൾഡായ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വൈറ്റ് കളറിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ടെക്സ്റ്റ് എന്നതിൽ വീണ്ടും പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ടെക്സ്റ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എല്ലാം നിങ്ങളുടെ ബാനറിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാനർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന സേവ് ടു ഗാലറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം m.youtube.com എന്നതിൽ പോവുക. അതിനുശേഷം ഇവിടെ 3 ഡോട്ട് എന്നതിൽ പ്രസ് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന യൂട്യൂബ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യുവർ ചാനൽ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ബ്രാൻഡിംഗ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബാനർ ഓപ്ഷൻ കാണാം. ഇതിൽ ചേഞ്ച് എന്നതിൽ പ്രസ് ചെയ്യാം. ഇവിടെ നിന്നും നമ്മൾ സേവ് ചെയ്തു വെച്ച നമ്മുടെ ചാനൽ ബാനർ സെലക്ട് ചെയ്യാം.
ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതായത് നമ്മുടെ പേര് കുറച്ച് ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ടിപ്സ് എന്നെഴുതിയത് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് മൊബൈലിലെല്ലാം കാണുമ്പോൾ നമുക്ക് നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തതോ കറക്റ്റായി കാണാൻ സാധിക്കുന്നില്ല. ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പിക്സൽ ലാബിൽ വീണ്ടും പോവുക. ഇപ്പോൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തിരിക്കുന്ന വാൾപേപ്പർ ഇവിടെ കാണാം. ഈ ടെക്സ്റ്റിന്റെ സൈസ് ഞാൻ വീണ്ടും ചെറുതാക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഫോൺ സൈസ് എല്ലാം ചെറുതാക്കി. ഇനി നമുക്കിത് വീണ്ടും സേവ് ചെയ്യാം. ഇതിനായി ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ഇമേജ് എന്ന് കൊടുക്കാം. അതിനുശേഷം സേവ് ടു ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ബാനർ നമ്മുടെ ചാനലിൽ കറക്റ്റായി സ്യൂട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ വീണ്ടും ഈ പേജിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ചേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റായി നമ്മൾ ആഡ് ചെയ്ത ആ ഒരു വാൾപേപ്പർ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു ബ്ലൂ ലൈനിലായി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊബൈലിൽ അതുപോലെ എല്ലാ ഡിവൈസുകളിൽ എല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ഇപ്പോൾ ഞാനിവിടെ ഡൺ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ആകുന്നത് എന്ന് നോക്കാം. അതിനായി ഇവിടെ പബ്ലിഷ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബാനർ ഇവിടെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.